ദുബായ് ഫ്രെയിമിലേക്ക് പോകുകയാണ് അല്ലേ? അപ്പോൾ ഗൈസ് ഞങ്ങൾ വണ്ടിയിലാണ്. അതെ ഗൈസ്, ഞങ്ങൾ ദുബായ് ഫ്രെയിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടിയിലാട്ടോ. ഗൈസ്, പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. ആ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഗൈസ്, പോകുമ്പോൾ കുഞ്ഞി മരുഭൂമിയൊക്കെ കണ്ട് അവിടെ ഞങ്ങൾ ഒട്ടകങ്ങളെയും കണ്ടിരുന്നു. ബട്ട് അതിന് ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും അത് പോയി ഗൈസ്. അത് പോയി മീൻസ് വണ്ടി സ്പീഡിൽ പോയി. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫോൺ എടുത്തിട്ടൊക്കെ വേണ്ടേ വിചാരിച്ചിട്ട് വീഡിയോ എടുത്തില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാട്ടോ. ഈ സ്ഥലം കാണാൻ ഭംഗിയില്ലേ? അത് നല്ലൊരു പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കണ്ടു കേട്ടോ ദുബായ് ഫ്രെയിം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, പോയി കണ്ടവർക്ക് അറിയാം, നല്ല വലുതാട്ടോ. ഞാനപ്പോൾ എന്താ അറിയോ ആലോചിച്ചിരുന്നത്? അങ്ങനെ ഗൈസ്, ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇതിൻ്റെ ഒപ്പം ടിക്കറ്റ് എടുക്കുകയാണ്. അങ്ങനെ ഗൈസ്, ഞങ്ങൾ അകത്തേക്ക് കയറുകയാണ്. ഞങ്ങൾ കണ്ടു ഗൈസ്. ഇനി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നതുണ്ട് ഗൈസ്. കുറച്ചങ്ങോട്ട് നടക്കാണ്ട്, കുറച്ച് മീൻസ് കുറച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ വെറുതെ ഒരു ഷോക്ക് വേണ്ടി വീഡിയോ എടുത്താട്ടോ. ഗൈസ്, ഞങ്ങൾ എടുത്തുനിന്ന് കണ്ടു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു എടുത്തുനിന്ന് കാണാൻ. ഇത് വീഡിയോൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട് കൊള്ളണില്ലായിരുന്നു ഗൈസ്. അതിന് മുന്നിൽ തന്നെ കുറച്ചങ്ങ് നടക്കുമ്പോൾ അവിടെ ഒരു വെള്ളമൊക്കെ ആയിട്ടുള്ള ഒരു സ്വിമ്മിങ്ങിന് പോലെ തന്നെ, പക്ഷേ സ്വിമ്മിങ് ഒന്നല്ല കേട്ടോ, തീരെ ആഴമൊന്നുമില്ലാത്ത എന്തോ ഒരു ഇതാണ് സംഭവം, എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചു. ഫോട്ടോ എടുക്കാൻ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ എസ്കലേറ്റർ കയറുകയാണ് ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പണ്ടത്തെ ഗൾഫിൻ്റെ കുറച്ച് ഇതൊക്കെ ഷോസൊക്കെ ഉണ്ടായിരുന്നു. അതിങ്ങനെ സ്ക്രീനിൽ കാണിക്കുമായിരുന്നു. ഞങ്ങൾക്ക് നേരമ്പോൾ ക്ലിയറായി കാണാൻ പറ്റില്ല. അതാണ് ഈ വീഡിയോയിലും തീരെ ക്ലിയർ ഇല്ലാത്ത കേട്ടോ. വെള്ളത്തിൽ ഗൈസ് ആൾക്കാരൊക്കെ തൂങ്ങി കിടക്കുന്നു. പിന്നെ ഇങ്ങനെ അങ്ങനെ സ്ക്രീനിൽ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ ഈ തുന്നണതൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കൊട്ടകൾ തുന്നി അങ്ങനെയൊക്കെ ആയിട്ടുള്ളായിരുന്നു. പിന്നെ ഗൈസ് കുറച്ചങ്ങനെ നടന്നപ്പോൾ ഒന്നും കൂടിയും ഈ തുന്നണതൊക്കെ ഇല്ലേ, കൊട്ടകളൊക്കെ തുന്നണേ, അതൊക്കെ കണ്ടു കേട്ടോ. കൊട്ടകൾ തുന്നുക, പിന്നെ ഈ ഡ്രസ്സുകൾ തുന്നുക, അതൊക്കെ തുന്നണ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അവിടെ വെച്ചിരുന്നു. പിന്നെ ഖുറാൻ പഠിപ്പിക്കുക. പിന്നെ ഗൈസ് ഒരു കട പോലെയൊക്കെ കണ്ടു, പക്ഷേ അതിൽ ആളൊന്നുമില്ല. ഈ കിണ്ടി അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ കണ്ടു. മണ്ണും പാത്രങ്ങൾ അതൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ഒരാൾ തുന്നണയിൽ അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുള്ളതൊക്കെ കണ്ടു. പിന്നെ ആ ക്രോഷ്യറ്റിൻ്റെ അതില്ലേ, അത് ഞങ്ങൾ കണ്ടു കേട്ടോ. അതവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണം, പക്ഷേ തുന്നണൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഏറ്റവും മോളേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിട്ടോ. ലിഫ്റ്റിൽ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ പോകും, കുറേ കയറാനുണ്ട് ഗൈസ്. ഞാൻ പകുതി ഇതിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഗൈസ്, ഞങ്ങൾ ഇതിൻ്റെ അവിടെ എത്തിയിട്ടോ. ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുന്നത് അവിടെ നിന്നുള്ളൊരു വ്യൂയും ഈ അവിടുത്തെ ഇതൊക്കെയാണ്. ഇതിൽ വോയിസ് ഉണ്ടായിട്ടൊക്കെ നല്ല തിരക്കുണ്ടായിട്ടുണ്ട് ഗൈസ്. ഞാൻ അതിൻ്റെ വോയിസ് അങ്ങോട്ട് മാറ്റി, ബാക്ക്ഗ്രൗണ്ടിൽ ആകെ കലപില കേൾക്കേണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ടൈമിൽ കൂടെ നടക്കാൻ നല്ല രസം. പക്ഷേ അടിക്ക് നോക്കി നമ്മുടെ തല കറങ്ങും കേട്ടോ. അടിയിൽ ഇങ്ങനെ നമ്മൾ വന്നതിൻ്റെ ഇതൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നേരക്ക് നോക്കുമ്പോൾ ഈ ദുബായ് മുഴുവൻ കാണാനുണ്ടെന്നാണ്. പിന്നെ ഗൈസ് റോഡുകളൊക്കെ ഗൈസ് കുഞ്ഞതായിട്ടാണ് കാണുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.
അപ്പോൾ ദുബായ് ഫ്രെയിമിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞു ഗൈസ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട നൈറ്റിലെ വ്യൂ കേട്ടോ. നൈറ്റിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ആ ലൈറ്റുകളൊക്കെ വന്നിട്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച വീഡിയോ എടുക്കാൻ മറന്നു, ഞങ്ങൾക്ക് നല്ല വിശന്നത് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.